നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി ഫെസ്റ്റിനോടനുബന്ധിച്ചുള്ള മുല്ലനേഴി സ്മാരക നാടകോത്സവത്തിന്റെ വിളംബര ഘോഷയാത്രയും കൊടിയേറ്റവും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിശ്രീ നരേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം ക്യാമ്പിന്റെ ഭാഗമായി ഔഷധോദ്യാന നിർമ്മാണത്തിന് തുടക്കമായി. അവണിശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയോട് ചേർന്നുള്ള പ്രദേശത്ത് ഔഷധച്ചെടികൾ നട്ട് തുടക്കം കുറിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VI ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുറം സാന്ത്വന കൂട്ടായ്മയുടെ 11ാമത് പകൽ വീട് കൂട്ടായ്മ സംഘടിപ്പിച്ചു. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. അവണിശ്ശേരി ഫെസ്റ്റിനോടനുബന്ധിച്ചുള്ള മുല്ലനേഴി സ്മാരക നാടകോത്സവത്തിന്റെ വിളംബര ഘോഷയാത്രയും കൊടിയേറ്റവും നടന്നു. വള്ളിശ്ശേരി ശിവജി നഗറിൽ നിന്ന് ആരംഭിച്ച വിളംബര ഘോഷയാത്ര അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിശ്രീ നരേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. മേളങ്ങളുടെ അകമ്പടിയോടെ വിളംബര ഘോഷയാത്ര വേദിയിൽ സമാപിച്ചു. തുടർന്ന് അവണിശ്ശേരി വികസന ജനകീയ സമിതി പ്രസിഡന്റ് PG വേണുഗോപാൽ കൊടിയേറ്റം നിർവഹിച്ചു. ഞായറാഴ്ച മുതൽ 31 വരെ എല്ലാ ദിവസവും വൈകിട്ട് 5 മണി മുതൽ രാത്രി 9 വരെ ഗാനമേളകൾ, നാടൻപാട്ട്, ഗസൽ സന്ധ്യ, ഫ്യൂഷൻ നൃത്തങ്ങൾ തുടങ്ങി നിരവധി കലാപരിപാടികൾ അരങ്ങേറും. ഞായറാഴ്ച രാത്രി 9-ന് പരിയാരം നാടക സംഘം അവതരിപ്പിക്കുന്ന മല്ലനും മാദേവനും നാടകവും, ഡിസംബർ 23-ന് രാത്രി 9 മണിക്ക് നാടകഗ്രാമം കോഴിക്കോട് അവതരിപ്പിക്കുന്ന ആയമ്മ എന്ന നാടകവും, ഡിസംബർ 24-ന് അഭിനയ നാടക സമിതി കുറ്റൂർ അവതരിപ്പിക്കുന്ന മക്ബറ എന്ന നാടകവും, ഡിസംബർ 25-ന് രാത്രി 9-ന് തിരുവനന്തപുരം ജാലകം തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ഗോറ എന്ന നാടകവും, ഡിസംബർ 26-ന് പല്ലിശ്ശേരി അമ്മ കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന കാഫ്കയുടെ കൂട്ടുകാരൻ എന്ന നാടകവും, ഡിസംബർ 27-ന് 9 മണിക്ക് അങ്കമാലി ഹോം തിയേറ്റർ റിയാലിറ്റി അവതരിപ്പിക്കുന്ന ഗാർഗി എന്ന നാടകവും, ഡിസംബർ 29-ന് രാത്രി 9 മണിക്ക് കൊടുങ്ങല്ലൂർ രാംരംഗ തിയേറ്റർ ഫോർ എഡ്യൂക്കേഷൻ ഒരുക്കുന്ന നീലപായസം നാടകവും, ഡിസംബർ 30-ന് രാത്രി 9 മണിക്ക് തൃപ്പൂണിത്തുറ തേടൽ തിയേറ്റർ അവതരിപ്പിക്കുന്ന കൂവാകം എന്ന നാടകവും നാടകോത്സവത്തിലെ മത്സര വിഭാഗത്തിൽ പങ്കെടുക്കും. ഡിസംബർ 31-ന് സമാപന ദിവസം വൈകിട്ട് 7-ന് അസുരതാളം എന്ന നാടകവും അരങ്ങേറും. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം ക്യാമ്പിന്റെ ഭാഗമായി അവണിശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയോട് ചേർന്നുള്ള പ്രദേശത്ത് ഔഷധോദ്യാന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഔഷധച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമാണ് ആയുർവേദ ഡിസ്പെൻസറി. അതേപോലെ നമ്മൾ നേരെ കാണുന്ന PHC സ്ഥാപനം, അതേപോലെ തന്നെ ഈ ക്യാമ്പസിൻ്റെ പുറത്തുള്ള ഹോമിയോ ഡിസ്പെൻസറി. ഈ ക്യാമ്പസിൻ്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ സപ്തദിന ക്യാമ്പ് ചേർപ്പ് ഗവൺമെൻറ് സ്കൂളിലെ NSSൻ്റെ കുട്ടികൾ ഉൾപ്പെടുന്ന കുട്ടികൾ ഇന്നലെ മുതൽ 31-ാം തീയതി വരെ 7 ദിവസത്തെ ക്യാമ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ആ 7 ദിവസത്തെ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് വിവിധ തരത്തിലുള്ള പരിപാടികൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായിട്ട് ഔട്ട്റീച്ച് പ്രോഗ്രാമായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആനക്കലിലെ സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിൽ പലതരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ക്യാമ്പസിൽ വന്നിരിക്കുന്നത്. ഈ ക്യാമ്പസിൽ വന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെയധികം പ്രാധാന്യത്തോടു കൂടി ഔഷധത്തോട്ടങ്ങൾ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ ഔഷധത്തോട്ടങ്ങൾ ആരംഭിക്കണമെന്നുള്ള വളരെയധികം ഗൗരവകരമായിട്ടുള്ളൊരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഈ ക്യാമ്പസിൽ ഔഷധത്തോട്ടം ആരംഭിക്കാൻ പോകുന്നത്. ഒരു 3 മാസം മുൻപ് ഇതിൻ്റെ പരിസര പ്രദേശത്ത് നമുക്ക് മുന്നിൽ കാണാം. ഈ പ്രദേശത്തൊരു ഗാർഡൻ ഇവിടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ പരിശ്രമ ഫലമായിട്ട് നമ്മൾ ആരംഭം കുറിച്ചു. അതിനുശേഷമാണ് ഈ പ്രദേശത്ത് ഔഷധ സസ്യങ്ങളുടെ ഒരു ഉദ്യാനത്തിന് ആരംഭം കുറിക്കുന്നത്. ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുനന്ദ, PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആര്യ, ഹെൽത്ത് ഇൻസ്പെക്ടർ ദേവദാസ്, ഫാർമസിസ്റ്റ് ദീപ സുധീഷ്, അധ്യാപകരായ ശ്രീനിവാസൻ MA, അഭിദാസ് TT, അനിത VG, മായ, ബിന്ദു NSS, വളണ്ടിയർ ഫാത്തിമ എന്നിവർ സംസാരിച്ചു. വെള്ളത്തിൻ്റെ കാര്യമായാലും മണ്ണിൻ്റെ കാര്യമായാലും ഒക്കെ എന്ത് തരം വികസനമാണ്
സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ആയിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മൾ ഉള്ള രീതിയിലുള്ള റിസോഴ്സസ് ഉപയോഗിച്ച് നമ്മൾ വളരുകയും എന്നാൽ നമുക്ക് ഇനി വരുന്ന തലമുറകൾക്ക് വളരാനുള്ളത് വികസനത്തിനായിട്ടുള്ള ബാക്കി വെച്ചുകൊണ്ട് മാത്രം, കാരണം ഇപ്പം നമ്മൾ കാണുന്നതൊക്കെ നമ്മളെടുത്ത് ഉപയോഗിക്കുന്നു, അപ്പോൾ അതങ്ങോട്ട് തീർന്നു അല്ലേ. അപ്പോൾ പല സാധനങ്ങളും തീരാറായിക്കൊണ്ടിരിക്കുക, നമ്മളുടെ പല റിസോഴ്സസുകളും വിഭവങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ അല്ലാതെ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഉപയോഗിച്ച് വരും തലമുറകൾക്ക് ബാക്കി വെച്ചുകൊണ്ടുള്ളൊരു വികസനമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. വെള്ളമായാലും ഭക്ഷണമായാലും എന്തായാലും ചെടികളായാലും എല്ലാം നമ്മൾ ആ രീതിയിൽ കണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം. എനിക്ക് കുറച്ച് നമ്മുടെ കയ്യിൽ ഇരുന്നോട്ടെ, എൻ്റെ അടുത്ത് വരാറുണ്ട്, ഇനി പനി വന്നാലോ കുറച്ച് പാരസെറ്റമോൾ ഇരുന്നോട്ടെ, അപ്പോൾ നമ്മൾ 10 പാരസെറ്റമോൾ എഴുതും. അപ്പോൾ ഇനി എനിക്ക് പനിയുള്ള ഒരാൾക്ക് കൊടുക്കാൻ ചിലപ്പം മരുന്നുണ്ടാവണമെന്നില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ച് ഇനി വരുന്ന തലമുറകൾക്കായിട്ട് നമുക്ക് എല്ലാവർക്കും കൈകോർത്ത് മുന്നോട്ട് പോകാം. പള്ളിപ്പുറം സാന്ത്വന കൂട്ടായ്മയുടെ 11ാമത് പകൽ വീട് കൂട്ടായ്മ സംഘടിപ്പിച്ചു. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. 4ാം വാർഡിൽ മാത്രമാണ് ഇങ്ങനെ ഒരു സേവനം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ പ്രസിഡന്റായ നിലയ്ക്ക് എനിക്ക് വളരെ അഭിമാനമുണ്ട്. നിങ്ങളെ കണ്ടുകൊണ്ട് പ്രചോദനം ഉണ്ടാക്കിക്കൊണ്ട് എല്ലാ വാർഡുകളിലും ഇതുപോലുള്ള പ്രവർത്തനം നടത്തണമെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് തളർന്നു നിൽക്കുന്ന ഒരാളുകൾക്ക് ഒരു സ്വാതന്ത്ര്യമേകാൻ കഴിയുന്നത് വലിയൊരു ആശ്വാസമാണ്. ആ കുടുംബത്തിലെ അംഗങ്ങൾ അറിയാമോ, ഒരു ചെറിയ കുടുംബാംഗങ്ങളിൽ വയ്യാതെ കിടക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ ആളുടെ കാര്യങ്ങൾ നോക്കാനും എപ്പോഴും നമ്മളവർക്ക് അവരടുത്ത് പോയി സംസാരിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും നമുക്ക് സാധിച്ചു വരില്ല. അപ്പം നമ്മുടെ ഇതുപോലുള്ള കൂട്ടായ്മയുള്ള ആളുകൾ ഒരു ദിവസം വന്ന് ഞങ്ങൾ ഇടയ്ക്ക് പാലിയേറ്റീവിൻ്റെ പരിപാടികൾക്ക് പോകുമ്പോൾ ഞങ്ങൾ ചെന്നിട്ട് അവിടെ ചെന്ന് ഇരുന്ന് അവരോട് ഒരു ദിവസം അവരോടൊപ്പം ഭക്ഷണം കഴിക്കണം, അവർക്ക് വേണ്ടിയുള്ള പാട്ടുപാടി കൊടുക്കലൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ ഓരോ വീടുകളിലും നമുക്ക് സന്ദർശിക്കാൻ ദിവസം പറ്റിയില്ലെങ്കിലും ഇടയ്ക്കെങ്കിലും അവരടുത്ത് പോയി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ, അല്ലെങ്കിൽ കുറച്ചു നേരം അവർ ചിലപ്പോൾ നമുക്ക് അവരോട് 5 മിനിറ്റ് സംസാരിച്ചാൽ മതിയാവും, അവർക്ക് മാനസികമായിട്ട് സന്തോഷം നൽകാൻ. അങ്ങനെയൊക്കെ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യ പരിപാടികൾക്ക് സാധിക്കുന്നുണ്ട്. സജീവൻ മുളങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പള്ളിപ്പുറം സാന്ത്വന കൂട്ടായ്മയുടെ 11ാമത്തെ പകൽ വീടാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ 2 ദിവസം മുമ്പാട് പകൽ വീട് പള്ളിപ്പുറത്ത് തെക്കുമുറിയിൽ സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ പകൽ വീട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പകൽ വീട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രദേശത്തെ, ഒരു ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിക്കുക, നിരക്ഷരായിട്ടുള്ള ആളുകൾക്ക്, നിർധനരായിട്ടുള്ള ആളുകളെ, പ്രത്യേകിച്ച് വയോധികരെ നമ്മൾക്ക് സാന്ത്വനമേകുക. അതുപോലെ ജനങ്ങൾക്ക് ആരോഗ്യപരമായ വിഷയങ്ങളെക്കുറിച്ച്, നമ്മുടെ ജീവിത അസുഖങ്ങളെക്കുറിച്ച്, വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കുക എന്നതൊക്കെയാണ് നമ്മൾ ഈ പകൽ വീടിന്റെ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ KG രാധാകൃഷ്ണൻ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. പാറളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ, പള്ളിപ്പുറം സാന്ത്വന കൂട്ടായ്മ പ്രസിഡന്റ് PB സുധീർ, സെക്രട്ടറി അജയൻ KS, GG സുനിൽകുമാർ, ബിജുകുമാർ TK, ദേവകി ഹരിദാസ്, ബൈജു അണ്ടിക്കോടി തുടങ്ങിയവർ സംസാരിച്ചു. ക്രിസ്മസ് ആഘോഷങ്ങൾ, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവ നടന്നു. അവണിശ്ശേരി 73ാം നമ്പർ അങ്കണവാടിയിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു. നെടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ C അമൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം KA പ്രദീപ് അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി ജീവനക്കാരായ PC അജിത, KV സുരേന്ദ്രൻ, KN അജിത, ധന്യ സുധീർ, KN മധു എന്നിവർ സംസാരിച്ചു. ഡോക്ടർ BR അംബേദ്കറെ അമിത്ഷാ അവഹേളിച്ചു എന്ന് ആരോപിച്ച് CPI ചെർപ്പ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. അമ്മാടം സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കോടന്നൂർ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ മണ്ഡലം സെക്രട്ടറി PV അശോകൻ ഉദ്ഘാടനം ചെയ്തു. സുഭാഷ് മാരാത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൗൺസിൽ അംഗം KK ജോബി, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ M നാരായണദാസ്, ES പ്രതീഷ്, PT സണ്ണി, PB ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. AC അനിൽകുമാർ, അക്ഷയ് ശങ്കർ, PO സൈമൺ, സുബിത, ഹരീഷ് തേലപ്പുറത്ത് എന്നിവർ നേതൃത്വം നൽകി.
അവണിശ്ശേരി അംബേദ്കർ നഗറിലെ നശോമുഖമായ പാർക്ക് MGNR GES പ്രവർത്തകർ ശുചീകരിച്ചു. പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം KA പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ആശാ വർക്കർ അജിത, ഗീത വാസുദേവൻ, ധന്യ, ജോളി, VR ശശി, KN മധു, ബിന്ദു, ചെർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാർ എന്നിവർ പങ്കെടുത്തു. പാലക്കൽ വൃക്ഷവിദ്യ പ്രീ സ്കൂളിൽ ആനുവൽ ഡേ ആഘോഷിച്ചു. ബാലസാഹിത്യകാരൻ CR ദാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെന്താ പറയുക, കുട്ടിത്താർക്ക കുട്ടികൾക്ക് അല്ലേ, കുട്ടിത്തം കുട്ടികൾക്ക് എന്നാ പറഞ്ഞു വരാറുള്ളത്. പക്ഷേ കുട്ടിത്തം വലിയവർക്കും വേണം, അച്ഛനമ്മമാർക്ക് വേണം, പോരാ മുത്തച്ഛനും മുത്തശ്ശിക്കും കുട്ടിത്തം വേണം. കുട്ടിത്തം ഉണ്ടെങ്കിൽ നമുക്ക് സ്നേഹവും സന്തോഷവും ഉണ്ടാവുള്ളൂ. ഇന്നത്തെ കുട്ടി ഇന്നലത്തെ കുട്ടിയല്ല കേട്ടോ. ഞാനും ഇവിടുത്തെ അച്ഛനമ്മമാരും കുട്ടികളായിരുന്നപ്പോഴുള്ള കുട്ടിത്തല്ല, കുട്ടിക്കാലല്ല ഇപ്പോൾ ഉള്ളത്. സ്കൂൾ വിട്ട് വന്നാൽ മക്കളെന്താദ്യം ചെയ്യുക, അമ്മയുടെ അച്ഛൻ്റെയോ ഫോണെടുത്തൊരു ഓട്ടമുണ്ട്. ആ ഫോണെടുത്ത് ഓടുമ്പോൾ അച്ഛനെ ഈ ശല്യമില്ലല്ലോ, അവനവൾ അവിടെ പോയിരിക്കുന്നത്. അതിലും ചിലപ്പോൾ ചെറിയ നിയന്ത്രണം നമുക്ക് ആവശ്യമായിട്ട് വരും. എന്തായാലും എനിക്കൊരു അത്ഭുതം, ഇവിടെ കുട്ടികളോടൊത്ത് 2ാം വർഷവും ഒത്തുചേരുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് സാധാരണ രീതിയിൽ നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾ ചിരിച്ച് കളിച്ച് വളരട്ടെ എന്നാണ്. വൃക്ഷവിദ്യാ സ്കൂൾ ഹെഡ് ജസ്മി ഷിബു ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ക്രിസ്തുമസ് ആഘോഷ പരിപാടികളും കുട്ടികളുടെ വിവിധ ഇനം കലാപരിപാടികളും നടന്നു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ ദേവസ്ഥാനോത്സവത്തിന് കൊടിയേറി. ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന പടഹാദി രൂപേണയുള്ള തൃക്കൊടിയേറ്റത്തിന് മുന്നോടിയായി ദേവചൈതന്യം ആവഹിച്ച കൊടിക്കുറ പൂജയും ധ്വജപൂജയും ധ്വജ പ്രവർഗത്തിലുള്ള അഷ്ടദിക്പാലർക്കുള്ള പൂജയും നടന്നു. തുടർന്ന് ധ്വജാരോഹണം നടത്തി. ദേവസ്ഥാനം വേണുഗോപാൽ, ദേവസ്ഥാനം ദേവദാസ്, ദേവസ്ഥാനം സ്വാമിനാഥൻ, ദേവസ്ഥാനം അഡ്വക്കേറ്റ് പ്രവീൺ, ദേവസ്ഥാനം അഡ്വക്കേറ്റ് ശ്രീരാഗ് എന്നിവർ സംബന്ധിച്ചു. 29-ന് വൈകിട്ട് 8-നാണ് ക്ഷേത്രത്തിന് മുന്നിലുള്ള കൽപ്പ തീർത്ഥക്കുളത്തിൽ തിരു ആറാട്ട് നടക്കുക. ഡോക്ടർ BR അംബേദ്കറെ അപമാനിച്ച അമിത്ഷാ രാജിവെച്ച് രാജ്യത്തോട് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ചെയർ ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, ഭാരവാഹികളായ NV കൃഷ്ണൻകുട്ടി, M സുജിത് കുമാർ, VB സുരേന്ദ്രൻ, VK വിനോദ് കുമാർ, KR സിദ്ധാർത്ഥൻ, CK വിനോദ്, MM അബൂബക്കർ, PH ഉമ്മർ, MP രാമകൃഷ്ണൻ, TM മോഹനൻ, ബിജു പണിക്കശ്ശേരി, ടോമി പല്ലിശ്ശേരി, TK രാജു, ജോജു ചിറമ്മൽ, KK രാജേഷ്, പൈലി ആന്റണി, KR ചന്ദ്രൻ, ജോർജ് വീരുന്നുള്ളി, ജോൺ ചിറക്കൽ എന്നിവർ നേതൃത്വം നൽകി. അവണിശ്ശേരി അംബേദ്കർ നഗറിൽ അംബേദ്കർ ഗ്രാമീണ വായനശാലയുടെ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഇപ്പോൾ ഈ മൊബൈലിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ കിട്ടും. പക്ഷേ വായിക്കാനോ അന്വേഷിക്കാനോ കണ്ടെത്താനോ നമ്മളാരും ശ്രമിക്കാറില്ല. വായിക്കുമ്പോൾ എന്താണ്ടാവുക, വരികളിലൂടെ വായിച്ചു പോകുമ്പോൾ ഒരുപാട് ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും അല്ലേ, അങ്ങനെയല്ലേ? നല്ല നല്ല വാക്കുകൾ കടന്നു വരുമ്പോൾ ഇതുപോലെ സംസാരിക്കുമ്പോൾ നല്ല നല്ല വാക്കുകൾ നമുക്ക് കടമെടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് വായനകളിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുന്ന കാര്യത്തിനേക്കാൾ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾ ഈ മൊബൈലിലൂടെ നല്ല കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ കണ്ടെത്താനായിട്ടുള്ളൊരു പരിശ്രമം പുസ്തകങ്ങളിലൂടെ ശ്രമിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു കുറവായിട്ടാണ് തോന്നുന്നത്. പഞ്ചായത്ത് അംഗം KA പ്രദീപ് അധ്യക്ഷത വഹിച്ചു. അവണിശ്ശേരി പഞ്ചായത്തിലെ ഈ സ്ഥലം എന്ന് പറയുന്നത് അംഗൻവാടിയും പകൽ വീടും ചേർന്നതാണ്.
അപ്പോൾ ഈ പകൽ വീടിനകത്ത് ഒരു വായനശാല ഉണ്ടാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്നൊരു തീരുമാനം ഉണ്ടാക്കുകയും പഞ്ചായത്ത് ഭരണസമിതി അത് വളരെ താല്പര്യപൂർവ്വം ഈ പ്രദേശത്തൊരു വായനശാല ഇല്ലാത്തതല്ലേ എന്ന് കൊണ്ട് തന്നെ അത് സമ്മതിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടം ഇതിനൊരു സ്ഥലം തന്നെ നമ്മൾ തയ്യാറാക്കിയത്. അതിനുശേഷം നമ്മളുടെ ഈ പരിസരത്തുള്ള പല സാമൂഹ്യ പ്രവർത്തകരും വളരെ താല്പര്യപൂർവ്വം ഒരു പരിപാടി പറഞ്ഞാൽ സഹകരിക്കുന്ന ആളുകളെ അടുത്ത് നമ്മൾ സമീപിക്കുകയുണ്ടായി. ഇതിന് വേണ്ടത് അലമാരികളാണ്. ഒരു അലമാരിക്ക് 10,000 രൂപ വില വരുന്ന അലമാരികളാണ്. അങ്ങനെ 4 അലമാരി നമുക്ക് 40,000ഓളം ചിലവ് വരുന്ന അലമാരികൾ നമുക്ക് സ്പോൺസർഷിപ്പിലൂടെ നമ്മളിവിടെ ലഭ്യമാക്കിയിരിക്കുകയാണ്. ALMC അംഗങ്ങളായ KN മധു, VR ശശി, മാധ്യമപ്രവർത്തക ശ്രീലക്ഷ്മി പ്രമോഷ്, ആശാപ്രവർത്തക KN അജിത, ജോളി, ധന്യ സുധീർ, ബിന്ദു എബ്രഹാം, ജീതി, വിജി എന്നിവർ സംസാരിച്ചു. അവണിശ്ശേരി സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ കൂടെ എന്ന പേരിൽ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഡയസ് കുര്യാക്കോസ്, പ്രധാന അധ്യാപിക ജിജിമോൾ ജോണി, കൺവീനർ സ്റ്റെഫി ജോർജ് എന്നിവർ സംസാരിച്ചു. 20-21 ദിവസങ്ങളിലായിരുന്നു അവധിക്കാല ക്യാമ്പ്. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ വാർഷികം വിപുലമായി ആഘോഷിച്ചു. ആദ്യ ദിനം ചലച്ചിത്ര താരങ്ങളായ ഡാവിഞ്ചി, നീരജ് കൃഷ്ണ എന്നിവർ ഉദ്ഘാടനം ചെയ്തു. രണ്ടാം ദിനം ചലച്ചിത്ര താരങ്ങളായ ശ്രീഷ്മ ചന്ദ്രൻ, അനിൽ ആൻഡോ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ NP മുരളി, സെക്രട്ടറി TC സേതുമാധവൻ, ഭാരതീയ വിദ്യാനികേതൻ ഓർഗനൈസിംഗ് സെക്രട്ടറി R അനീഷ് കുമാർ, പഞ്ചായത്ത് മെമ്പർ രാധാ വിശ്വംഭരൻ, വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുരേഷ്, സ്കൂൾ മാനേജർ C രാഗേഷ്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ പരിപാടികളും അരങ്ങേറി. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്നുവരുന്ന 12ാമത് ദക്ഷിണാമൂർത്തി സംഗീത നൃത്തോത്സവം 23ാം ദിവസം പിന്നിട്ടു. രാവിലെ മുതൽ ആരംഭിച്ച സംഗീതാർച്ചനയിൽ മാസ്റ്റർ വിഷ്ണു പരശുരാം ആലാപനവും ദിലീപ് R പ്രഭു വയലിൻ കച്ചേരിയും നടത്തി. മൃദംഗത്തിൽ ഡോക്ടർ ശ്യാം കിഷോർ, മുഖർ ശങ്കിൽ ഇരിങ്ങാലക്കുട മുരളീധരനും പക്കം വായിച്ചു. മസ്കറ്റിലുള്ള നൃത്താഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസിലെ വിഷ്ണുപ്രിയ ശിവബാലനും NS അമ്പിളിയും, മലപ്പുറം സൈരന്ത്രി നൃത്തവിദ്യാലയത്തിലെ ഗുരു രാധികയും ശിഷ്യരും അവതരിപ്പിച്ച ഭരതനാട്യ കുച്ചിപ്പുടിയും, അവണിശ്ശേരി ലാസ്യലയം കലാവേദി, മുല്ലശ്ശേരി നർത്തന ടീം അവതരിപ്പിച്ച തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. തുടർന്ന് കലാമണ്ഡലം അമൃതയുടെ നങ്ങ്യാരമ്മക്കൂത്തും തളിക്കുളം ശ്രീ ദുർഗ കലാവേദിയുടെ കിണ്ണം കളിയും ഉണ്ടായിരുന്നു. കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി പെരിങ്ങോട്ടുകര 4 കൂടിയ സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഡോക്ടർ BR അംബേദ്കറെ അവഹേളിച്ച അമിത് ഷാ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ജാനകി കോംപ്ലക്സ് പരിസരത്തു നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം KPCC ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഭരണഘടന ഈ രാജ്യത്ത് എഴുതിയുണ്ടാക്കുവാൻ ആ ഭരണഘടന നിർമ്മാണ സഭയിൽ അതിൻ്റെ ആ ഭരണഘടന എഴുതിയുണ്ടാക്കാനുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിച്ച ഡോക്ടർ BR അംബേദ്കർ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് നമ്മുടെ രാജ്യത്ത് BR അംബേദ്കർ. ആ BR അംബേദ്കറിനെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അദ്ദേഹമാണ് അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളുടെയും നേതൃത്വം വഹിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ നമുക്കറിയാം, ബ്രിട്ടീഷ് സൂര്യനെ സഭയ്ക്കാത്ത ഈ സാമ്രാജ്യത്വത്തെ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് കെട്ടുകെട്ടിയ നാളുകളിൽ ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെതിരായി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കിയ ആ ഡോക്ടർ BR അംബേദ്കറെയാണ് കഴിഞ്ഞ ദിവസം അമിത്ഷാ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഇന്ത്യയുടെ പാർലമെന്റിൽ വെച്ച് അപമാനിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് അനാവശ്യമായ മോശമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ മോശക്കാരനാക്കുന്ന രീതിയിലുള്ള പരാമർശമാണ് അമിത്ഷായുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് നമുക്കൊക്കെ അറിയാം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ ബ്ലോക്കുകളിലും ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യം വലിയ ഒരു അപകടാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന്
മൂന്നാം തവണയും അദ്ദേഹം ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനമായി അവർ മുന്നോട്ട് വരുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഇന്ന് ലോകസഭയിലും രാജ്യസഭയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ഖാർഗെയുടെ നേതൃത്വത്തിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, NS അയ്യൂബ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആന്റോ തുറയൻ, മണ്ഡലം പ്രസിഡന്റുമാരായ MK ചന്ദ്രൻ, KB രാജീവ്, PM സിദ്ദിഖ്, സന്തോഷ് മാസ്റ്റർ വലപ്പാട്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു എന്നിവർ സംസാരിച്ചു. VK പ്രദീപ്, CR രാജൻ, VK സുശീലൻ, ഫിറോസ് ത്രിവേണി, ഷൈൻ പള്ളിപ്പറമ്പിൽ, അമീർഷാ PM തുടങ്ങിയവർ നേതൃത്വം നൽകി. കോളിഫോം അടങ്ങിയ കിണറിലെ വെള്ളം കുടിക്കേണ്ട ഗതികേടിലാണ് തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിലെ 15 കുടുംബങ്ങൾ. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം നിലച്ചതോടെയാണ് കുടുംബങ്ങൾ കോളിഫോം അടങ്ങിയ പഞ്ചായത്ത് കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ഇവർക്ക് അടിയന്തരമായി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ച് നൽകണമെന്നാണ് ആവശ്യം. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷൻ വഴിയുള്ള ജലവിതരണം നിലച്ചതിനാൽ ഒരാഴ്ചയിലധികമായി കുടിവെള്ളം ലഭിക്കാത്ത അരിമ്പൂർ 4-ാം കല്ല് ശാന്തിനഗർ 4 സെന്റ് കോളനി നിവാസികളാണ് കോളിഫോം അടങ്ങിയ പഞ്ചായത്ത് കിണറിലെ വെള്ളം കുടിവെള്ള ആവശ്യത്തിനായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. ജൽജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പിടൽ നടക്കുന്നതിന്റെ തുടർന്ന് അരിമ്പൂർ 4-ാം കല്ലിലെ ശാന്തിനഗർ കോളനിയിൽ വെള്ളം വിതരണം നിലച്ചിട്ട് 8 ദിവസം പിന്നിട്ടു. വാട്ടർ അതോറിറ്റി അധികൃതരെ അറിയിച്ചിട്ടും ഫലമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഞങ്ങൾക്ക് ഇവിടെ 8 ദിവസമായിട്ട് ഇവിടെ വെള്ളമില്ല. പിന്നെ വരണത് തന്നെ ഓരോ ഒറ്റ കിട്ടണമില്ല. കുടിവെള്ളം ആശ്രയിച്ച് ജീവിക്കുന്നത് അവിടെയുള്ള ഞങ്ങൾ എല്ലാവരും. ഇപ്പോൾ ഒരു ഉത്സവമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഒരു മനുഷ്യന് കിട്ടിയില്ല. വാട്ടർ അതോറിറ്റിയിലേക്കും അധികാരികൾക്കൊക്കെ വിളിച്ചു, ഒരു ഇതും ഉണ്ടായില്ല, വെള്ളം കിട്ടിയില്ല. ഇന്ന് വരെയും ഇല്ല വെള്ളം. കുടിവെള്ളത്തിന് വേണ്ടി ഞങ്ങൾ പല സ്ഥലങ്ങളിലേക്കും നടക്കുക, വല്ലവരോട് ഇറക്കുക, അതൊക്കെയാണ്. ഒരു കാര്യം ചെയ്യാനും പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ തുണികൾ കഴുകാൻ പോലും വെള്ളമില്ല ഞങ്ങൾക്ക്. പിന്നെയുള്ളത് ഈ കിണറാണ്, അതിനെ ആശ്രയിച്ച് ഞങ്ങൾ ജീവിക്കണം. ഞങ്ങൾക്ക് 10 വർഷമായിട്ട് ഞങ്ങൾക്ക് കുടിവെള്ളം ഞങ്ങൾക്ക് ശരിക്കും ഇല്ല. കോളനിയിലാകെ 15 വീടുകളാണുള്ളത്. ഇവർക്ക് പൊതുവായി ഉപയോഗിക്കാനുള്ള പഞ്ചായത്ത് കിണറുണ്ടെങ്കിലും കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമുള്ളതിനാൽ കുടിക്കാനോ പാചകാവശ്യത്തിനോ ഉപയോഗിക്കാൻ പാടില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതായി ഇവർ പറയുന്നു. കോളനിയിലെ പലരും പലവിധ അസുഖങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവരാണ്. സമീപ പ്രദേശത്ത് സമാന രീതിയിൽ കോളിഫോമുള്ള കിണറ്റിലെ വെള്ളം ഉപയോഗിച്ച 5 പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നതായി ആരോഗ്യ പ്രവർത്തകർ തന്നെ സ്ഥിരീകരിക്കുന്നു. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാർലം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജെയിംസ് പി പോളിന്റെ അമ്മ കുരുതുകുളങ്ങര പെല്ലിശ്ശേരി പരേതനായ പൗലോസിന്റെ ഭാര്യ മേരി നിര്യാതയായി. 92 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10-ന് അമ്മാടം സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ. ടോണി പി പോൾ, ലോറൻസ് പി പോൾ, പരേതനായ സൈമൺ പി പോൾ എന്നിവരാണ് മറ്റു മക്കൾ. റീന, ജെസി, ഷീജ, ബിൽജി എന്നിവർ മരുമക്കളാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7100 രൂപ, പവന് 56,800 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി ഫെസ്റ്റിനോടനുബന്ധിച്ചുള്ള മുല്ലനേഴി സ്മാരക നാടകോത്സവത്തിന്റെ വിളംബര ഘോഷയാത്രയും കൊടിയേറ്റവും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിശ്രീ നരേന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം ക്യാമ്പിന്റെ ഭാഗമായി ഔഷധോദ്യാന നിർമ്മാണത്തിന് തുടക്കമായി. അവണിശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയോട് ചേർന്നുള്ള പ്രദേശത്ത് ഔഷധച്ചെടികൾ നട്ട് തുടക്കം കുറിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VI ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുറം സാന്ത്വന കൂട്ടായ്മയുടെ 11ാമത് പകൽ വീട് കൂട്ടായ്മ സംഘടിപ്പിച്ചു. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.